സർവകലാശാലകളിലെ താൽക്കാലിക വിസി നിയമനത്തിൽ ചാൻസലറായ ഗവർണർക്ക് കനത്ത തിരിച്ചടി. ചാൻസലർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. സർക്കാർ നൽകുന്ന പാനലിൽ നിന്നും നിയമനം നടത്തണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ശരിവെച്ചു. സ്ഥിര വിസി നിയമനത്തിൽ ഇനി കാലതാമസമുണ്ടാകരുത് എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ചാൻസലറുടെ നടപടികൾ നിയമവിരുദ്ധമെന്ന് തെളിഞ്ഞെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രതികരിച്ചു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി പുതിയ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് നിയമമന്ത്രി പി രാജീവും പറഞ്ഞു. ഗവർണർ നടത്തിയ നിയമവിരുദ്ധമായ നടപടി കോടതി തള്ളിയിരിക്കുകയാണ്. കുറേ കാലങ്ങളായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാണ് നിരന്തരം ലഭ്യമാകുന്ന കോടതി വിധികൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഗവർണറായിട്ടുള്ള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനും അതുപോലെ ഇപ്പോൾ ഇവിടെ ഇന്ന് ചാൻസലറും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെയധികം തെറ്റാണ് എന്നുള്ളത് ഈ രണ്ട് കോടതി വിധിയിൽ നിന്നും സുവ്യക്തമായ നിലയിൽ തെളിഞ്ഞിരിക്കുകയാണ്. ചാൻസലർക്ക് ഉള്ള അധികാരത്തെ സംബന്ധിച്ച് ഇന്നത്തെ കോടതി വിധി വളരെ ശ്രദ്ധേയമാണ്. യഥാർത്ഥത്തിൽ നിയമത്തിനകത്ത് തന്നെ സർക്കാരിന്റെ പാനലിൽ നിന്ന് വേണം താൽക്കാലിക വിസിമാരെ നിയമിക്കാൻ എന്ന് നിഷ്കർഷിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. താൽക്കാലിക വിസിമാരെ ചാൻസലർ ഇപ്പോൾ വയ്ക്കുന്ന രീതി, ഇപ്പോൾ മാത്രമല്ല ഇതിനു മുമ്പത്തെ ചാൻസലർ ആയിരിക്കുമ്പോഴും എടുത്തിട്ടുള്ള രീതി എന്നുള്ളത് ഈ പേരുകൾ എവിടെ നിന്ന് വരുന്നു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല, ഒരു സുതാര്യതയില്ല, ഇവരുടെ മെറിറ്റിനെ കുറിച്ച് വ്യക്തതയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏകപക്ഷീയമായി ശൂന്യതയിൽ നിന്ന് പേരുകൾ എടുത്ത് നിയമിക്കുന്ന രീതി ഒരു സംവിധാനത്തിനകത്തും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും ആർ ഷെയ്ത്ത് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ്. വിഷ്ണു, നേരത്തെയുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയാലും പിന്നീടുള്ള രാജേന്ദ്ര അർലേക്കർ ആയാലും ഈ താൽക്കാലിക വിസി നിയമനം എന്നത് പൂർണ്ണമായി ചാൻസലർ എന്ന നിലയിൽ തങ്ങളുടെ അധികാര പരിധിയിലുള്ളതാണ് എന്ന് നിരന്തരമായി സൂചിപ്പിക്കുന്നതും മുൻകാലത്ത് സുപ്രീം കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഉയർത്തിക്കാട്ടുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കോടതി അതിൽ വ്യക്തത വരുത്തുകയാണ്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവെക്കുകയാണ്. അത് സർക്കാരിന്റെ പട്ടികയിൽ നിന്ന് തന്നെ വേണം എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ സർക്കാർ ഉയർത്തിക്കാട്ടിയ സർവകലാശാല ചട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉയർത്തിക്കാട്ടിയ വാദങ്ങൾക്ക് കോടതിയിൽ അംഗീകാരം ലഭിക്കുകയാണ്. എന്താണ് ആ കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ? വിഷ്ണു സുരേഷ്. ചാൻസലറെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ചാൻസലർ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് UGC റെഗുലേഷൻ അനുസരിച്ച് വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള ഉത്തരവാദിത്തം ഗവർണർമാർക്കാണ്. അത് മുൻപുള്ള സുപ്രീം കോടതി വിധിയും ഹൈക്കോടതി വിധികളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നിലനിൽക്കില്ല എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ചാൻസലർ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഡിവിഷൻ ബെഞ്ച് ഈ ഹർജിയിൽ വിധി പറഞ്ഞ ഘട്ടത്തിൽ ചാൻസലറിന്റെ വാദങ്ങളെല്ലാം പൂർണ്ണമായി തള്ളുകയാണ്. ഗവർണർക്ക് സർവകലാശാലകളുടെ മേൽ നിയന്ത്രണങ്ങളുണ്ട്, അധികാരമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ സ്വന്തം താല്പര്യങ്ങൾ അനുസരിച്ച് ഇത്തരം എടുക്കുന്ന തീരുമാനങ്ങൾ അത് അംഗീകരിക്കാനാവില്ല എന്ന് പറയുന്നു. ഒപ്പം വിസിമാരെ നിയമിക്കുമ്പോൾ അത് ഗവർണർ പരിഗണിക്കേണ്ടത് ഒറ്റ പേരല്ല, 3 പേരെങ്കിലും പട്ടികയാണ്, നിയമപ്രകാരമുള്ള പട്ടികകൾ പരിഗണിക്കണമെന്ന മുൻ ഉത്തരവുകളിൽ നിന്ന് വ്യക്തമാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിധി അത് ഈ 2 യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടാണ്. സാങ്കേതിക സർവകലാശാലയും ഡിജിറ്റൽ സർവകലാശാലയും. സാങ്കേതിക സർവകലാശാല യൂണിവേഴ്സിറ്റി ആക്ടിലെ സെക്ഷൻ 13/17, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആക്ടിലെ സെക്ഷൻ 11/10 ഇവ പ്രകാരമാണ് ഗവർണർ നടത്തിയ 2 നിയമനങ്ങൾ. അത് നിയമപരമായി നിലനിൽക്കില്ല എന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു. നേരത്തെ ഇക്കാര്യം സിംഗിൾ ബെഞ്ചും വ്യക്തമാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ച് സാങ്കേതിക സർവകലാശാല വിസി ആയിട്ട് ഡോക്ടർ കെ ശിവപ്രസാദിനെയും അതോടൊപ്പം KTU ഡിജിറ്റൽ സർവകലാശാല വിസി ആയിട്ട് സിസ തോമസിനെയും നിയമിച്ച നടപടി നിയമപരമായി നിലനിൽക്കില്ല എന്ന് നേരത്തെ തന്നെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അന്ന് ആ നിയമനം റദ്ദ് ചെയ്യാൻ അന്ന് സിംഗിൾ ബെഞ്ച് തയ്യാറായിരുന്നില്ല. പ്രത്യേകിച്ച് അവരുടെ കാലാവധി അടക്കം അടുത്ത ദിവസം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ആ നിയമനം റദ്ദ് ചെയ്യാൻ സിംഗിൾ ബെഞ്ച് മുതിരാതിരുന്നത്. പിന്നീട് ഒരു ഇടക്കാല ഉത്തരവ് സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഈ കേസ് ഹർജി പരിഗണിക്കുന്ന പശ്ചാത്തലത്തിൽ അന്തിമ വിധി വരുന്നതുവരെ അവർ ഇത്തരത്തിൽ അവരുടെ പദവി തുടരട്ടെ എന്നായിരുന്നു ആ ഇന്ററിം ഓർഡറിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ ഡിവിഷൻ ബെഞ്ച് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു, ഗവർണർ നടത്തിയിട്ടുള്ള ഈ 2 നിയമനങ്ങളും നിലനിൽക്കില്ല, അത് നിയമവിരുദ്ധമാണ്. സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം ചാൻസലർ കൂടിയായ ഗവർണർ വിസി നിയമനം ഈ 2 സർവകലാശാലകളിലും നടത്താൻ വേണമെന്ന് കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഒപ്പം ചില നിരീക്ഷണങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. താൽക്കാലിക വിസിമാരുടെ സമയപരിധി അത് 6 മാസമായി നിജപ്പെടുത്തണം. അത് നീട്ടിക്കൊണ്ടുപോകാൻ ആവില്ല, ഒരു താല്പര്യത്തിന് പുറത്തും അത് നീട്ടിക്കൊണ്ടുപോകാനാവില്ല എന്ന് വളരെ ശക്തമായി തന്നെ കോടതി പറഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ താൽക്കാലിക
താൽക്കാലിക വിസിമാരുടെ നിയമനത്തിനപ്പുറത്തേക്ക് സ്ഥിര വിസിമാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഈ ചാൻസലർ തയ്യാറാകണം. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ അത് വിദ്യാർത്ഥികളുടെ ഭാവി അടക്കം പ്രതിസന്ധിയിലാക്കുന്ന കാര്യങ്ങളിലേക്ക് പോകും എന്നാണ് നിലവിൽ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അത് ഏറെ വലിയ ഒരു നിരീക്ഷണമാണ്, വലിയ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന് വിസി നിയമനവുമായി ബന്ധപ്പെട്ട് അപ്പർ ഹാൻഡ് നൽകുന്ന ഒരു നിരീക്ഷണം കൂടിയാണ് കോടതിയുടെ ഭാഗത്ത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആർ ശ്രീത്ത് കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ആർ ശ്രീത്ത്, വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ഉത്തരവാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ തന്നെ ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് അതിൻ്റെ ഏറ്റവും വളരെ മോശമായി നിൽക്കുന്നൊരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതിനിടയിലാണ് ഈ ഉത്തരവ് വരുന്നത്. സർക്കാരിന് ആശ്വാസകരമായ ഉത്തരവാണ് കോടതിയിൽ നിന്നുണ്ടാവുന്നത് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം. മറ്റൊന്ന്, ഈ 6 മാസം എന്നുള്ള കാലയളവ്, 6 മാസത്തിൽ കൂടുതൽ താൽക്കാലിക വിസിമാർ പാടില്ല എന്നുള്ള നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. നിലവിൽ ഒരിടത്ത് മാത്രമാണ് സ്ഥിരം വിസി ഉള്ളത്. മറ്റ് നിയമനങ്ങളൊന്നും ഇനി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇനി തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള ഒരു നീക്കമാണ് പ്രതീക്ഷിക്കേണ്ടത്? മന്ത്രിമാരുടെ പ്രതികരണം നൽകുന്ന സൂചന എന്താണ് ശ്രീത്? റിജിത്ത്, സംസ്ഥാനത്തെ 13 സർവകലാശാലകളിലും താൽക്കാലിക വിസി ഭരണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉണ്ടായ വിധിക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഒരേ സമയം ഭരണപരമായും രാഷ്ട്രീയമായും ഉള്ള മാനങ്ങളാണ് ഈ വിധിയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ കേരള സാങ്കേതിക സർവകലാശാലയുടെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും താൽക്കാലിക വിസിമാരായി ഡോക്ടർ കെ ശിവപ്രസാദിനെയും ഡോക്ടർ സിസ തോമസിനെയും നിയമിച്ചതാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. എന്നാൽ ഈ രണ്ട് സർവകലാശാലകളുടെ സ്റ്റാറ്റ്യൂട്ടിൽ ഇതിൽ താൽക്കാലിക വിസിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ആ നിയമാവലിയുടെ ലംഘനമാണ് നടന്നതെന്ന് സ്പഷ്ടമായ സാഹചര്യത്തിലാണ് കോടതിയിൽ നിന്ന് വിധി ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ വിധിയിൽ താൽക്കാലിക വിസിമാരെ സംബന്ധിച്ച് മാത്രമല്ല, സ്ഥിരം വിസി നിയമനത്തിലേക്ക് ചാൻസലർ പോകണം എന്ന കൃത്യമായ നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. അതായത് അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൽക്കാലിക വിസിമാരുടെ നിയമന കാലാവധി അനന്തമായി നീട്ടിക്കൊണ്ടുപോകരുത് എന്നതുകൂടിയുണ്ട്. 6 മാസമായി അത് നിജപ്പെടുത്താനുള്ള നിർദ്ദേശവും ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിലൂടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഇനി താൽക്കാലിക വിസി നിയമനത്തിൽ ഒരു മേൽക്കൈ ലഭിക്കും. സർക്കാർ ഈ യൂണിവേഴ്സിറ്റികളിലെ അരാജക ഭരണത്തിന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഭരണവുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിന് ഒരു പരിധിയെങ്കിലും ആശ്വാസം കണ്ടെത്താനും പരിഹാരമുണ്ടാക്കാനും കഴിയുന്ന സ്ഥിതി ഉണ്ടാകും. അതുതന്നെയാണ് ഈ വിധിയുടെ ഭരണപരമായ പ്രസക്തി. എന്നാൽ രാഷ്ട്രീയമായ പ്രസക്തി എന്ന് പറയുന്നത് സർക്കാർ ഇതുവരെ ഉന്നയിച്ച വാദങ്ങൾ കോടതി കൂടി അംഗീകരിക്കുമ്പോൾ ഈ ഗവർണർക്കെതിരായ രാഷ്ട്രീയ പോരാട്ടത്തിൽ തങ്ങൾ ഉയർത്തിയ വാദങ്ങൾ വിജയിച്ചു എന്ന് അവകാശപ്പെടാൻ കൂടി LDF സർക്കാരിന് കഴിയുമെന്നതാണ് ഇതിലൂടെ ഉണ്ടാകുന്ന കാര്യം. ആർ ശ്രീത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. KTU ഡിജിറ്റൽ സർവകലാശാല ചട്ടങ്ങളിൽ താൽക്കാലിക വിസി നിയമനം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ ലിസ്റ്റിൽ നിന്നായിരിക്കണം ആ നിയമനങ്ങൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കെ അതിനെ മറികടന്നുകൊണ്ട് ചാൻസലർ നടത്തിയ താൽക്കാലിക വിസി നിയമനങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിക്കുകയാണ്. 2 വിസിമാർ പുറത്തേക്ക് പോവുകയാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിൽ ഒരു വിജയം സർക്കാരിന് ഈ ഉത്തരവിലൂടെ ഉണ്ടാവുകയാണ്. ആർ ശ്രീത്തും വിഷ്ണു സുരേഷും വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.